ലെറ്റ്സ് ആൻഡിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ആയി ഇപ്പോൾ വേക്കൻസിയുടെ വീഡിയോ ഇട്ടിട്ട്. വേറൊന്നുമല്ല, ജെനുവിൻ ആയിട്ടുള്ള വേക്കൻസി. മാർക്കറ്റ് മൊത്തത്തിൽ ഡൗൺ ആണ്. ജെനുവിൻ ആയിട്ടുള്ള വേക്കൻസീസും കാര്യങ്ങളും ഒക്കെ മാത്രമാണ് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വേക്കൻസികൾ എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ്. കാരണം ഇപ്പോൾ ഇൻഫോ പാർക്ക് സൈറ്റ് നോക്കുവാണെങ്കിലും ടെക്നോ പാർക്ക് സൈറ്റ് നോക്കുവാണെങ്കിലും ഒക്കെ ഫ്രഷേഴ്സിനുള്ള വേക്കൻസീസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ, ഈവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു ഓഫർ ഇല്ലാതെ നിങ്ങൾ ജോലി റിസൈൻ ചെയ്യാനൊന്നും നിൽക്കരുത്. മറ്റൊരു ഓഫർ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം ജോബ് സ്വിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം മാർക്കറ്റ് മൊത്തത്തിൽ ഡള്ളാണ്. ജോബ്സ് ഒന്നും പണ്ടത്തെ അത്ര നമുക്ക് അവൈലബിൾ അല്ല. എല്ലാവരും ലേ ഓഫും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻഫോ പാർക്ക് സൈറ്റിൽ, കൊച്ചിൻ ഇൻഫോ പാർക്ക് സൈറ്റിൽ വന്നിട്ടുള്ള കുറച്ച് വേക്കൻസീസ്, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് വേക്കൻസീസ് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വേക്കൻസീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് വേക്കൻസീസ് എടുത്തിരിക്കുന്നത് ഡാഡാര ഇ ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. അവരൊരു പ്രോജക്റ്റ് കോർഡിനേറ്ററെയാണ് നോക്കുന്നത്, ഫ്രഷേഴ്സിനെയാണ് നോക്കുന്നത്. സാധാരണ പ്രോജക്റ്റ് കോർഡിനേറ്റർ ഫ്രഷേഴ്സിൻ്റെ വേക്കൻസിയൊക്കെ അങ്ങനെ വന്നത് വളരെ കുറവാണ്. ബട്ട് ഇത് വന്നിട്ടുണ്ട്. അവരെ ഒരു ഡീറ്റെയിൽഡ് ജെഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് MBA ആണ്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും തോന്നുന്നത് അവർ ഉദ്ദേശിക്കുന്നത് BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അതൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം MBA എടുത്ത ആൾക്കാരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു JD കണ്ടിട്ട് അങ്ങനത്തെ ആൾക്കാരെയാണ് അവർ നോക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എക്സലൻറ്റ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് MBA ആണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആളാണെന്നുണ്ടെങ്കിൽ HR@dadara.in എന്ന് പറയുന്ന മെയിൽ IDയിലിട്ട് നിങ്ങളുടെ റെസ്യൂമെ മെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ MBA ഒക്കെ കഴിഞ്ഞ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നോക്കി നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജോലിക്കൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയാണ്. എസ്പെഷ്യലി ഡിഗ്രി ചെയ്തിരിക്കുന്നത് IT മേഖലയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു വേക്കൻസിയാണിത്. അടുത്ത ഒരു വേക്കൻസി വന്നിരിക്കുന്നത് സേവൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് വന്നിട്ടുള്ളത്. അവിടെ ഒരു കോണ്ടന്റ് റൈറ്ററിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 0 to 2 years എന്നാണ് അവർ കൊടുത്തേക്കുന്നത്. 0 to 2 years എന്നുള്ള സ്ഥിതിക്ക് നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് സ്കിൽസ് റിക്വയർഡ് 0 to 2 years ഓഫ് എക്സ്പീരിയൻസ്, ഡെവലപ്പ് B2B കോണ്ടന്റ് സ്ട്രാറ്റജി, സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് B2B മാർക്കറ്റിംഗ്, ഫെമിലാരിറ്റി വിത്ത് SEO ബെസ്റ്റ് പ്രാക്ടീസസ്, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ careers@say1tech.com എന്ന് പറയുന്ന മെയിൽ IDയിലിട്ട് മെയിൽ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വേക്കൻസികളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്ന ഒരു ഡാറ്റാ സയൻസ് ഇന്ത്യയുടെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. എന്നോട് കുറച്ചായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ബൈ മെസ്സേജ് അയച്ചാലും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട് ഡാറ്റാ സയൻസിൻ്റെ വേക്കൻസി ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഫ്രഷേഴ്സിൻ്റെ വേക്കൻസി എങ്ങും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, ടു ബി വെരി ഫ്രാങ്ക്, ചിലപ്പോൾ ഞാൻ നോക്കുന്നതിൻ്റെ കുറ്റിയായിരിക്കും. ഇപ്പം ഞാൻ കുറച്ച് പാക്ഡ് ആണ്. നമുക്കറിയാം നമ്മുടെ ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ചായി. അപ്പോൾ ഞാൻ അതുപോലത്തെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേക്കൻസിയാണ്. ഈവൻ ഡാറ്റാ സയൻസ് ഒക്കെ കഴിഞ്ഞിറങ്ങിയവർക്ക് ഇതൊരു ഇൻറ്റേണിൻ്റെ വേക്കൻസിയാണ്. നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. iDatalytics.com എന്ന് പറയുന്ന കമ്പനിയിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. എറണാകുളത്താണ്. ഹൈബ്രിഡ് മോഡ് ഓഫ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് കുറച്ച് ക്വാളിഫിക്കേഷനും കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. പെർസ്യൂവിങ് എ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ റിലേറ്റഡ് ഫീൽഡ്. പിന്നെ അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത്, അവരെന്താണ് ഓഫർ ചെയ്യുന്നതെന്നും കൂടി എടുത്തവർ പറഞ്ഞിട്ടുണ്ട്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് റിയൽ വേൾഡ് ഡാറ്റാ സയൻസ് പ്രോജക്റ്റ്, മെൻറ്റർഷിപ്പ് ആൻഡ് ഗൈഡൻസ് ഫ്രം എക്സ്പീരിയൻസ്ഡ് ഡാറ്റാ സയൻറ്റിസ്റ്റ്, നെറ്റ്വർക്ക് ഓപ്പർച്യൂണിറ്റീസ് വിത്ത് പ്രൊഫഷണൽസ് ഇൻ ദ ഇൻഡസ്ട്രി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റൈഫൻറ്റും കാര്യങ്ങളും ഉണ്ടാകുമോ എന്നുള്ളത് ഇതിനകത്തോട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. റാംസി PN എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസിയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ വേക്കൻസിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ഫ്രഷേഴ്സിനുള്ളൊരു ജെനുവിൻ വേക്കൻസീസൊക്കെ വളരെ കുറവാണ്. കാരണം പൊതുവേ ഞാൻ IT സെക്ടറിൻ്റെ കാര്യമാണ് പറയുന്നത്. പൊതുവേ വേക്കൻസീസ് കുറവാണ്. അപ്പോൾ എല്ലായിടത്തും ലേ ഓഫും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് പതുക്കെ കയറി വരും, എല്ലാം ഇമ്പ്രൂവ് ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.